നമസ്തേ. 2025 വർഷഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ വർഷം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. എൻ്റെ പല അലസ്വ സ്വഭാവങ്ങളും അല്ലെങ്കിൽ എന്നെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന പല ഭാഗങ്ങൾ, പല കാര്യങ്ങളൊക്കെ ഒഴിവാക്കും എന്ന് വിചാരിച്ചു പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ ഇവയൊക്കെ പ്രതിജ്ഞയായിട്ട് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പോലും നമുക്ക് മൊത്തത്തില് ഓരോ വർഷവും ഗുണത്തിന്റെ അളവ് ചിലപ്പം പല ഘട്ടങ്ങളിലും കുറഞ്ഞിരിക്കാനുള്ള സാധ്യതകൾ വരാറുണ്ട്. ഇത് ശരിക്കു പറഞ്ഞാൽ ഇത് ഓരോ വ്യക്തികളുടെയും കുഴപ്പം കൊണ്ട് മാത്രം അല്ല, അവരുടെ കർമ്മഫലം, അവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഒരു ഭാഗം മാത്രം. രണ്ടാമതായിട്ട് നമ്മൾ ജനിച്ച സമയത്തുള്ള നമ്മുടെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി, നമ്മുടെ ജനിച്ച ദേശം, കാലം, കുലം ഇവയെല്ലാം കണക്കാക്കാറുണ്ട് സാധാരണഗതിയിൽ. ഇവയെല്ലാം അടിസ്ഥാനപ്പെടുത്തി, അതുകൂടാതെ ചാരവശാലുള്ള, അതായത് ഇപ്പോഴത്തെ ഗ്രഹനില അനുസരിച്ച് ഓരോരോ ദിവസങ്ങളിലും ഓരോരോ ഗ്രഹനിലയാണ്. അപ്പൊ ആ ഗ്രഹനില അനുസരിച്ചുള്ള കാര്യങ്ങളും കൂടി വിലയിരുത്തിയാണ് എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇതുവരെ പൊതുവെ പ്രതിജ്ഞ എടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളവർക്കൊന്നും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൽ വിഷമസ്ഥിതി വരേണ്ട കാര്യമില്ല. കാരണം അവരുടെ കർമ്മഫലം, ഓരോ വ്യക്തികളുടെ കർമ്മഫലം എന്ന് പറഞ്ഞത് ഒന്നാം ഭാഗം. സെക്കൻഡ്, ജാതകത്തിലുള്ള ഗ്രഹനിലയുടെ അവസ്ഥകൾ രണ്ടാം ഭാഗം. ഇപ്പോഴത്തെ പ്ലാനറ്റ് പൊസിഷൻ എന്ന് പറയുന്ന മൂന്നാം ഭാഗം. ഇവയെല്ലാം കൂട്ടി യോജിപ്പിച്ച് വേണം ഒരാളുടെ ഗുണം ദോഷ സമ്മിശ്രമായിട്ടുള്ള അവസ്ഥകൾ ഇന്നോ നാളെയോ അടുത്ത ദിവസങ്ങളിലോ അടുത്ത വർഷങ്ങളിലോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ. അപ്പൊ അതിനുള്ള നമ്മുടെ മനസ്സിലേക്ക് അതിനുള്ള താല്പര്യവും, എവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാസന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഒരു ദൈവികമായിട്ടുള്ള ഒരു ഈശ്വര ചിന്തകൾ ഉണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് എവിടെ എന്ന് നോക്കി കണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിഹാര കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും കഴിയും. ഇതിനാണ് നമ്മൾ ചാരവശാലുള്ള അതാത് മാസങ്ങളിലുള്ള ഫലപ്രവചനങ്ങൾ നടത്തി വരുന്നത്. അതിന് ഫോളോ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നതായിട്ട് നേരിട്ട് വാട്സപ്പ് മുഖേനയൊക്കെ അറിയിക്കാറുണ്ട്. നന്നായിരിക്കട്ടെ. ഇതുകൂടാണ്ട് അവരുടെ വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പൂർത്തിയാകുമോ, വിദ്യാഭ്യാസ കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നവർക്ക് ആ വിദ്യാഭ്യാസം ഇനി അങ്ങോട്ട് പൂർത്തീകരിക്കാൻ കഴിയുമോ, വിവാഹത്തിനായിട്ട് പല വർഷങ്ങളായിട്ട് നോക്കി നിൽക്കുന്നവർക്ക്, അനുയോജ്യമായിട്ടുള്ള വിവാഹം വരാത്തവർക്ക് അത് നടക്കാനുള്ള സാധ്യതകൾ അടുത്ത 2025 ഉണ്ടാകുമോ, കൂടാതെ കുട്ടികളെ കൊണ്ട് വേവലാതിപ്പെടുന്ന ധാരാളം രക്ഷിതാക്കൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. കുട്ടികളായിരുന്നാലും പ്രായക്കാരായിരുന്നാലും എബവ് 15 വയസ്സിന് മുകളിലോട്ടുള്ളവർ. ഇന്ന് ധാരാളം കുട്ടികൾ 9ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്തേക്ക് വരുന്ന ധാരാളം മാതാപിതാക്കളുടെ എണ്ണത്തിൽ 9ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് പഠന കാര്യത്തിൽ പിറകോട്ട് പോകുന്ന ധാരാളം കുട്ടികളുടെ കഥ കേൾക്കാറുണ്ട്. 9ാം ക്ലാസ്, 10ാം ക്ലാസ്, +1, +2 അതിനൊക്കെ പോകുമ്പോൾ കുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് ധാരാളം തരത്തിലുള്ള കഥകളല്ല, കാര്യങ്ങൾ തന്നെയാണ്, യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് കേൾക്കാറുണ്ട്. ഇത് മാത്രമല്ല, മുതിർന്ന് ഉപരിപഠനം നടത്തുമ്പോൾ, ബിരുദ പഠനം നടത്തുമ്പോൾ, പല വിധത്തിലുള്ള പഠനം നടത്തുമ്പോൾ അതിന് പല പേപ്പറുകളും കിട്ടാതെ ബുദ്ധിമുട്ട് വരുന്ന ധാരാളം ആൾക്കാരുമുണ്ട്. ചിലതൊക്കെ ഒരു പേപ്പർ എഴുതിയെടുക്കാൻ മാത്രം 10, 30, 36 പേപ്പറുകളൊക്കെ ഒരു പേപ്പർ എഴുതിയെടുക്കാൻ മാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ടുള്ള ധാരാളം വിദ്യാർത്ഥികൾ നമ്മുടെ ഇടയിൽ ഉണ്ട്.
ഇത് മാത്രം അല്ല, വിദേശങ്ങളിലേക്ക് പഠനാർത്ഥം, പഠനം അതിനോടൊപ്പം ജോലി, ഇതിനു വേണ്ടിയിട്ട് ചേക്കേറാൻ താല്പര്യപ്പെടുന്നവരും അവരുടെ എണ്ണവും ഇന്ന് ധാരാളമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ അവസരങ്ങളുടെ ഒരു കുറവുണ്ടെന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയേ നിവർത്തിയുള്ളൂ. അപ്പൊ അവയ്ക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമോ 2025 എന്ന് ആകുലപ്പെടുന്നവരും നമ്മുടെ ഇടയിൽ ഉണ്ട്. അപ്പൊ ഇതിന് ഇനി അങ്ങോട്ട് 2025 വർഷഫലത്തിലേക്ക് എങ്ങനെയാണെന്ന് നോക്കാം. 2025 വർഷഫലം ചിന്തിക്കുമ്പോൾ ആദ്യം പറഞ്ഞതിൽ കൂടാതെ അവനവന്റെ ജാതകത്തിലെ ദശയും അപഹാര കാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ ജാതകത്തിലെ ഗ്രഹത്തിന്റെ ബലവും നമ്മൾ ചെയ്യുന്ന കർമ്മഫലം, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മൾ ഈ കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു അതിനു വേണ്ടി നമ്മൾ എഫർട്ട് എടുക്കുന്നുണ്ടോ, കർമ്മഫലം എന്നുള്ളതും കൂടി വിലയിരുത്തും. പിന്നെ ഏത് ദേശത്താണോ നമ്മൾ വസിക്കുന്നത്, ഏത് കാലത്താണോ നമ്മൾ ചെയ്യുന്നത്, ഏത് കാലം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട സമയത്താണോ ചെയ്തത്, അതായത് കതിരിന്മേൽ വളം വയ്ക്കുക എന്നുള്ള പ്രയോഗമുണ്ട്. ആ കാലഘട്ടത്തിൽ അല്ലാതെ ആദ്യം തന്നെയാണോ അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, ഇതിനെല്ലാം ആശ്രയിച്ചാണ് നമുക്കുള്ള ഫലങ്ങളുടെ അളവ് ഏറിയും കുറഞ്ഞും ഇരിക്കുന്നത്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് വേണം പുതുവർഷത്തെ നമ്മൾ വരവേൽക്കാനും അതിനെ അടുത്ത ഈ പുതുവർഷം വരുമ്പോൾ അതിന് നമ്മൾ അടിസ്ഥാനമിട്ട്, നമ്മുടെ പല കാര്യങ്ങൾക്ക് അടിസ്ഥാനമിട്ട് പോകാനും തീർച്ചയായിട്ടും ഇതിന് എല്ലാ രാശിക്കാർക്കും, മേടം മുതൽ മീനം വരെയുള്ള അല്ലെങ്കിൽ അശ്വതി മുതൽ ദേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാർക്കും ഇതിന് കൈമാറാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം 2025 പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങൾക്കും 2 തമോ ഗ്രഹങ്ങൾക്കും, തമോ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ രാഹു കേതുവിനെയാണ് തമോ ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. രാഹു കേതുവിനും ശനിയും വ്യാഴവും ഈ 2 ഗ്രഹങ്ങൾക്കും മാറ്റമുണ്ട്, രാശിമാറ്റമുണ്ട്. ഈ രാശിമാറ്റത്തിൽ ഇടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് വ്യാഴം മെയ് 14 രാഹുകേതുക്കൾ മെയ് 18 മീനം രാശിയിൽ നിന്ന് റിവേഴ്സറായിട്ട് തിരിഞ്ഞാണ് വരുന്ന രാഹുകേതുക്കൾ. അതുകൊണ്ട് മീനൻ രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് രാഹുവും അതേപോലെ തന്നെ ചിങ്ങൻ രാശിയിലേക്ക് കേതുവും മാറും. ഇത് മെയ് 18 ഈ മാറ്റം സംഭവിക്കുന്നത്. ശനി മാർച്ച് മാസം 29 തന്നെ കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറും. അപ്പോ 2 ഘട്ടങ്ങളായിട്ട് വേണം ഇനി നമുക്ക് അടുത്ത വർഷത്തെ ഫലങ്ങൾ നമ്മൾ തന്നെ സ്വയം വിലയിരുത്താൻ. അതായത് 2 തരത്തിലുള്ള ഫലങ്ങൾ ഈ ഒരു 2025 അനുഭവിക്കേണ്ടതായിട്ട് വരും എല്ലാ രാശിക്കാരും. ഓരോ രാശിക്കാർക്കും ഫലത്തിന്റെ അളവുള്ള വ്യത്യാസങ്ങൾ വരും എന്ന് മാത്രം. അതായത് പകുതി വരെ, ജൂൺ വരെ ഉള്ള കാലഘട്ടത്തിൽ ഒരു തരത്തിലുള്ള ഫലങ്ങൾ, ജൂണിന് ശേഷം മറ്റൊരു തരത്തിലുള്ള ഫലങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇവ അതാത് മാസഫലങ്ങളിലുള്ള ഫലങ്ങൾ വിലയിരുത്തി വേണ്ട വിധത്തിൽ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക മാത്രമേ നിവർത്തി ഉള്ളൂ. അപ്പോ അശ്വതി ഭരണി കാർത്തികക്കാൽ അടങ്ങുന്ന മേടം രാശിയുടെ ഫലത്തിലേക്ക് ചിന്തിക്കാം. മേടം രാശി മേടം രാശിക്ക് ഇപ്പോ അനുകൂല സ്ഥിതികൾ ധാരാളമുണ്ട്. പ്രയോജനപ്പെടുത്തുന്നവർക്ക് പ്രയോജനപ്പെടുത്താം. ഈ അനുകൂല സ്ഥിതിക്ക് മാറ്റം വരുന്നത് അടുത്ത ജൂൺ മുതലൊന്ന് കണക്കാക്കിക്കോണം. 2 പാർട്ടായിട്ട് കണക്കാക്കിക്കോണം. ആ ജൂൺ മാസം മുതൽ അവരുടെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങും. അവയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങൾ വളരെ വിശേഷിച്ചായിട്ട് നോക്കണം. വീട്, വാഹനം, ഇവയ്ക്കൊക്കെ വീട്, വാഹനദാതി കാര്യങ്ങൾക്ക് പുതിയത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ സമയത്ത് നടക്കും. വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ അതിന്റെ പണി ആരംഭിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ അതിനുള്ള സാധ്യതകൾ ഉണ്ടാകും. ജൂൺ മാസത്തിന് ശേഷം സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വളരെ കൂടുതലായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം
ആ ഭാഗത്തേക്ക് കേതുവിന്റെ ഒരു മാറ്റം വരുന്നു എന്ന് നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വളരെ വളരെ കൊടുക്കേണ്ടി വരും. മനസ്സിന് അലോസരം ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ അതിനകത്തേക്ക് വന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. ഇതൊക്കെ അതാത് മാസഫലങ്ങൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. രോഗാതി ദുരസ്ഥാനങ്ങളിലുള്ളവർക്ക് ഇപ്പൊ ചികിത്സ ചെയ്യാനായിട്ട് അനുകൂലമായിട്ടുള്ള സമയമാണ്. ആ സമയത്തിൽ അത് ഫലം ഉണ്ടാവുകയും ചെയ്യും. അതുകൂടാതെ ശനിമാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ധാരാളം അധിക ചെലവുകൾ ഈ വർഷം പകുതിക്ക് ശേഷം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. അവയൊക്കെ ഒരു ശ്രദ്ധ വളരെ കൊടുത്ത് മുന്നോട്ട് പോകണം. വിദ്യാർത്ഥികൾക്ക് പഠനം പുനരാരംഭിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരങ്ങൾ തെളിയും. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ടാവും. ഇനി ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ സ്ഥലം മാറ്റം, ഇത് നിർബന്ധമായിട്ടും അടുത്ത ജൂൺ മാസത്തിന് ശേഷം ഉണ്ടാവും. ജോലി മാറ്റമോ സ്ഥലം മാറ്റമോ, അതായത് അവരോട് താമസിക്കുന്ന സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാകും. കലാകാരന്മാരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള വർഷമാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള സമയം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും തീർച്ചയായിട്ടും. ഇത് കൂടാതെ ഈ 2025 ജൂണിന് മുമ്പ് പേരക്കുട്ടികളുമായിട്ട് കഴിയുന്നവർക്കൊക്കെ ആ പേരക്കുട്ടികളുടേതായിട്ടുള്ള മംഗളകർമ്മങ്ങൾ നടക്കാൻ കാണാൻ ഒക്കെ ഉള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാവും. നേരത്തെ പറഞ്ഞ അസുഖകാര്യങ്ങൾക്കുള്ള ചികിത്സ നിർബന്ധമായിട്ടും ചെയ്താൽ ഫലിക്കുന്ന സമയവും ആണ്. കുടുംബജീവിതം സ്വസ്ഥമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഭാഗ്യം ഏറെക്കുറെ അനുകൂല ഘടകത്തിൽ നിൽക്കുന്ന സമയമായിരിക്കും. മേടം രാശിക്കാർക്ക് ഈ വർഷം 2025 ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജൂണിന് ശേഷം അപകീർത്തി ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. പല വിഷയങ്ങൾക്കും കാലതാമസം ചിലപ്പോൾ നേരിട്ടുവന്നിരിക്കും ഈ വർഷം 2025 പകുതിക്ക് ശേഷം. മാനസികമായിട്ടുള്ള കുറച്ച് പിരിമുറുക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യം അതിനുശേഷം ഉണ്ടാകും. അവയൊക്കെ തരണം ചെയ്യാനുള്ള ഉപാധികൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കുക. പൊതുവെ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുന്ന ഒരു നല്ല വർഷമായി തീരട്ടെ മേടൻ രാശിക്കാർക്ക് എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. കാർത്തികമുക്കാലും രോഹിണിയും മകയിരത്തിരയും അടങ്ങുന്നതാണ് ഇടവക്കൂറ്. ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അടുത്ത വർഷം പകുതിക്ക് ശേഷം ഉണ്ടാകാൻ പോവുകയാണ്. ആ രാശിക്കാർക്ക് അടുത്ത വർഷം ഉണ്ടാകുന്ന രാശിമാറ്റം ഗുണകരമായിട്ട് വരുന്നു. വളരെ 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 ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ. ചെറിയ ചെറിയ കാര്യങ്ങൾ ഒഴിച്ചു ബാക്കിയുള്ളതല്ലേ എല്ലാത്തിനും വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. വാഹനം ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ചിലപ്പോ വീട് പണി നടത്തുന്നവർക്ക് ചെറിയൊരു ലാഗ് ഉണ്ടാകാനുള്ള സാധ്യത മാത്രമേ ഈ വർഷം ഉണ്ടാവുകയുള്ളൂ. ബാക്കി വിവാഹ കാര്യങ്ങൾ നടക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം, തുടർ വിദ്യാഭ്യാസവും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കുടുംബജീവിതം വളരെ സ്വസ്ഥമായിട്ട്, അതായത് ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, കുറച്ച് പങ്കാളികളുമായിട്ട് കുറച്ച് അലർച്ചകളുടെ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നവർക്കോ തീർച്ചയായിട്ടും നല്ല മാറ്റം അടുത്ത ജൂണിന് ശേഷം ഉണ്ടാകും. അപ്പൊ കുടുംബജീവിതം സ്വസ്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാകും. തൊഴിൽപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും. കാരണം 11ലേക്ക് ശനി വരുന്നതുകൊണ്ട് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും 2025 ഉണ്ടാകുകയും ചെയ്യും. ബിസിനസ്സുകാർക്കും കലാകാരന്മാർക്കും അനുകൂലമായിട്ടുള്ള സമയവും സാഹചര്യവും
ഒത്തിണങ്ങി വരും. അവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ മേഖലയിൽ നല്ല പുരോഗതി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടാവും. തീർച്ചയായിട്ടും ഇടവം രാശിക്കാരെ സംബന്ധിച്ചാണ് ആദ്യമായിട്ട് എടുത്തു പറയേണ്ടത്. 2025 വളരെ നേട്ടമുള്ള മേന്മയുള്ള വർഷമായിട്ട് കണക്കാക്കേണ്ടത്. തീർച്ചയായിട്ടും 2025 എന്നുള്ള വർഷം ഇടവം രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് മിഥുനം രാശി. മകരത്തിന്റെ അരയും തിരുവാതിരയും പുണർത്തി മുക്കാലും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്ക് മിഥുനം രാശിക്കാർക്ക് ശ്രദ്ധിക്കേണ്ട സമയമാണ് 2025 എന്ന വർഷം വരാൻ പോകുന്നത്. അവരുടെ ഏതെങ്കിലും കുറെ കാര്യങ്ങൾ നിവർത്തിയില്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ നിവർത്തി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. ഈ വർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും തീർച്ചയായിട്ടും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ 2025 ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ അനുകൂലമായിട്ടുള്ള സമയം തന്നെ ആയിരിക്കും. മനസ്വസ്ഥതയ്ക്ക് അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ ഈ രാശിക്കാർക്ക് അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യാവസ്ഥയിലും ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇവയെ തരണം ചെയ്യാനുള്ള ഉപാധികൾ അതാത് മാസങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക. ശ്രദ്ധിക്കേണ്ട സമയമാണ് മിഥുനം രാശിക്കാർക്ക് വരാൻ പോകുന്നത് അടുത്ത വർഷം പകുതിക്ക് ശേഷം എന്നർത്ഥം. എന്നിരുന്നാൽ തന്നെയും വിവാഹാദി കാര്യങ്ങൾ നോക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിയും. പുനർപഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തീർച്ചയായിട്ടും തെളിയും. ഗ്രഹനിർമ്മാണത്തിൽ തടസ്സം നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അടുത്ത ജൂണിന് ശേഷം തീർച്ചയായിട്ടും ഗുണകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകും. അതുകൂടാതെ കുടുംബജീവിതം സ്വസ്ഥമാവാനുള്ള സാധ്യതയുണ്ട്. കുഴപ്പമില്ല. അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ മാറിക്കിട്ടും. ജൂൺ മാസത്തിന് ശേഷം പല നല്ല കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകും എന്നർത്ഥം. ആരോഗ്യകാര്യങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടിരുന്നവർക്ക് അതിനുള്ള ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ചികിത്സാ വിധിയിൽ കൂടെയുള്ള ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളും ഈ വർഷം ഉണ്ടാകും. തൊഴിൽ സംബന്ധമായിട്ട് കലാകാരന്മാർക്ക്, ബിസിനസ്സുകാർക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും സാധ്യതകളും സംജാതമാകുന്ന വർഷമാണ് 2025. ഇത് എല്ലാ ടൈമിനും 2025 ഫുൾ ടൈമിന് ഉള്ള വർഷം മുഴുക്കെ ഇങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. മാസത്തിലുള്ള ചാരവശാലുള്ള ഫലങ്ങൾ അനുസരിച്ച് വ്യത്യാസം വരികയും ചെയ്യും. അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. തീർച്ചയായിട്ടും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ മിഥുനം രാശിക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും. അടുത്തതായിട്ട് കർക്കിടകം രാശി. പുണർത്തിക്കാലം പൂയവും ആയില്യവും അടങ്ങുന്നതാണ് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാർക്ക് 12ലേക്കാണ് അടുത്ത് വ്യാഴം വരുന്നത്. ജൂൺ മാസം മുതൽ അധിക ചെലവ് വർദ്ധിക്കുന്ന സമയമായിരിക്കും. പക്ഷെ നിലവില് 11ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ഈ സമയത്ത് എന്തെങ്കിലും സമ്പാദ്യങ്ങളോ ഒക്കെ ഉണ്ടാക്കി സ്വരൂപിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യവും ഉണ്ടാവും. കർക്കിടക രാശിയെ സംബന്ധിച്ച് ബാക്കി എല്ലാവിധ കാര്യങ്ങൾക്കും വിവാഹം കാര്യങ്ങൾക്ക് മുടങ്ങിക്കിടന്നവർക്ക് അതിനുള്ള സാധ്യത തെളിയാം. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നവർക്ക് അതിനുള്ള തീർച്ചയായിട്ടും പുതിയ തൊഴിൽ കണ്ടെത്താം. കുടുംബ ബന്ധങ്ങൾ നല്ല ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. തീർച്ചയായിട്ടും കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല പുരോഗതിയിലേക്ക് വരും. കലാകാരന്മാരും ബിസിനസ്സുകാർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. മനസ്വസ്ഥത നന്നായിട്ട് തന്നെ ഉണ്ടാകും. കാരണം ഒരുപാട് ഗുണങ്ങൾ ഇനി വരും വർഷങ്ങൾ അനുഭവിക്കാൻ ഈ രാശിക്കാർക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ട്
വരുന്ന കാര്യങ്ങളെല്ലാം വളരെ പക്വതയായിട്ട് നേരിടാനുള്ള സാമർഥ്യം ഈ രാശിക്കാർക്കുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഗുണങ്ങൾ ഏറി നിൽക്കുന്ന സമയത്തൂടെയാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് അനുഭവിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കർമ്മഫലം. രാശിയുടെ അവസ്ഥയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ജാതകത്തിന്റെ അവസ്ഥയും കർമ്മഫലവും കൊണ്ട് മാത്രം ആണ് തീർച്ചയായിട്ടും ഗുണഫലങ്ങളുടെ അളവ് ഇപ്പം അനുഭവിക്കാതെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ. ഇതാണ് അനുയോജ്യമായിട്ടുള്ള സമയം. ജൂൺ മാസം മുതൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും പല കാര്യങ്ങൾക്കും. ഇന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറായി തന്നെ മുന്നോട്ട് പോവുക. ഇപ്പോഴുള്ള ഗുണഗണങ്ങൾ അനുഭവിക്കുന്നവർ ഇത് കണ്ടിന്യൂ ചെയ്യും എന്ന് നിശ്ചയിച്ച് പോകരുത്. അതാണ് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും നല്ലൊരു രാശിഫലം തന്നെ ആവട്ടെ 2025 കർക്കിടകം രാശിക്കാർക്ക് എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് ചിങ്ങൻ രാശി. മകവും പൂരം ഉത്രത്തിക്കാലും അടങ്ങുന്നതാണ് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാർക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നിലനിൽക്കുന്ന സമയമായിരുന്നു 2024 എന്നുണ്ടെങ്കിൽ അത് ഇനി കുറച്ചു സമയം കൂടി തുടരും. 2025 പകുതി ശേഷം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. ഈ രാശിക്കാരെ സംബന്ധിച്ച് രാഹുകേതുക്കളുടെ ഒരു സ്വാധീനം മാത്രമേ ഇനി വരാൻ പോകുന്നുള്ളൂ. അതായത് കടുപ്പമുള്ളതായിട്ട് വരുന്നുള്ളൂ. ആ രാഹുകേതുക്കളുടെ സ്വാധീനത്തിലുള്ള പരിഹാര കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് അടുത്ത ജൂൺ മുതൽ നല്ല ഫലങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ടാകും. വിവാഹാദി കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. പഠിത്തം നിർത്തിയിരുന്നവർക്ക് അത് പുനരാരംഭിക്കാനുള്ള സാധ്യത ഉണ്ടാകും. കുടുംബജീവിതത്തിന് സ്വസ്ഥതയുണ്ടാകും. കുടുംബജീവിതത്തിന് അസ്വസ്ഥത ഇപ്പൊ അനുഭവിക്കുന്നവർ ധാരാളമായിട്ടുണ്ടാകാം. അതിനുള്ള പരിഹാര കാര്യങ്ങളുണ്ടാകും. ഈ രാശിയുടെ 11ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നു. ആ രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങൾ വ്യാഴത്തെ കൊണ്ട് തീർച്ചയായിട്ടും സർവേശ്വരകാരനായിട്ടുള്ള വ്യാഴത്തെ ഉണ്ടാകും. തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നവർ ഇപ്പൊ നിലവിലുണ്ടാവാം. അവർക്ക് തീർച്ചയായിട്ടും തൊഴിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടാകും. അപ്പൊ കുടുംബജീവിതവും തൊഴിലും ഒക്കെ അനുകൂലമായിട്ടുള്ള കലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അഷ്ടമത്തിലേക്കാണ് ശനി വരുന്നത് എന്നുള്ളതുകൊണ്ട് അതിനൊന്നും പേടിക്കാനില്ല. അഷ്ടമ ശനി ഇഷ്ടഫലത്തേക്ക് കൊടുക്കുമെന്ന് പല ആചാര്യന്മാരും പറഞ്ഞു വെച്ചിട്ടുള്ളതുകൊണ്ട് അതിൽ തന്നെ നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ഗുണഫലങ്ങൾ തന്നെ കിട്ടുമെന്ന് വിശ്വസിക്കാം. കൂടാതെ ഈ വർഷം ചിങ്ങൻ രാശിക്കാർക്കാണ്, ശരിക്കും ഇടവൻ രാശി കഴിഞ്ഞാൽ ചിങ്ങൻ രാശിക്കാർക്കാണ് കൂടുതൽ ഫലങ്ങൾ കിട്ടാൻ അനുകൂലവും അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ആ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് കുറച്ച് സ്ട്രഗിൾ പീരീഡിൽ കൂടെ ആയിരിക്കും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരെല്ലാവരും. അതിനെ നോക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഒരുപാട് ഗുണമേന്മകൾ ഈ രാശിക്കാർക്ക് വരും. ജൂൺ മാസത്തിന് ശേഷം പേരക്കുട്ടികളുമായിട്ട് കഴിയുന്നവർക്ക് അവരുടെ പേരക്കുട്ടികളുടെ സന്തതി പരമ്പരകളുടെ ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള, നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയും ഉണ്ടാകും. സന്താന ഭാഗ്യം ആഗ്രഹിച്ചവർക്ക് അതിനുള്ള കാര്യങ്ങൾ തെളിഞ്ഞു കിട്ടും. തീർച്ചയായിട്ടും നല്ല ഒരു രാശിഫലം തന്നെയാവും, അല്ലെങ്കിൽ വർഷഫലം തന്നെയാവും 2025 ചിങ്ങം രാശിക്കാർക്ക്. ഇത് നടക്കുമാറാകട്ടെ എന്ന് സർവേശ്വരൻ പ്രാർത്ഥിക്കും. അടുത്തതായിട്ട് കന്നിരാശി. ഉത്രത്തി മുക്കാലും അത്തവും ചിത്തിരത്തരയും അടങ്ങുന്നതാണ് കന്നിക്കൂർ. കന്നിക്കൂറുകാർക്ക് ഇപ്പോ വ്യാഴം 9ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗം അടുത്ത ജൂൺ മാസം വരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വ്യാഴമാറ്റം ഉണ്ടാവും, ശനിമാറ്റം ഉണ്ടാവും. ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയാണ് 2025 പകുതിക്ക് ശേഷം കൊടുക്കേണ്ടതായിട്ട് വരുന്നത്.
ജൂൺ മാസത്തിന് ശേഷം വീട് പണി പുനരാരംഭിക്കാൻ സാധ്യതയുള്ളവർക്കോ ഒക്കെ അതിനുള്ള സാധ്യത തെളിയും. കുടുംബജീവിതം സ്വസ്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാം. സഹായ സ്ഥാനങ്ങൾ പലരിൽ നിന്നും കിട്ടാനുള്ള സാധ്യതയുണ്ടാവും. പക്ഷേ വിവാഹ കാര്യങ്ങൾക്ക് കുറച്ചൊരു കാലതാമസമാനുള്ള പ്രശ്നങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ടാവും. അവയൊക്കെ അവരവരുടെ ജാതകത്തിൽ നോക്കി വേണ്ട വിധത്തിലുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. കാരണം 7ലേക്ക് ശനി വരുമ്പോൾ അത് കാലതാമസം വരാനുള്ള സാധ്യത ഉണ്ടാവും. ഇപ്പൊ തന്നെ രാഹുവാണ് നിൽക്കുന്ന, ആ രാഹു മാറിയിട്ട് വീണ്ടും ആ സ്ഥാനത്തേക്ക് ശനി വരുമ്പോൾ സ്വാഭാവികമായിട്ടും 2 തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതിനകത്ത് വരാനുള്ള സാധ്യത ഉണ്ടാവും. കടബാധ്യതകൾ ഉണ്ടാകുന്നവർക്ക് അതെല്ലാം നിവർത്തിക്കാനുള്ള വഴി തീർച്ചയായിട്ടും തെളിയും. കർമ്മ മേഖലയിൽ പുഷ്ടി ഉണ്ടാവും. ഏത് മാസം? ജൂൺ മാസം വരെ, ആദ്യത്തെ പകുതി വരെ, 2025 പകുതി വരെ കർമ്മ മേഖലയിൽ പുഷ്ടി ഉണ്ടാവും. തീർച്ചയായിട്ടും തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ച് തൊഴിൽ കിട്ടാനുള്ള സാധ്യതകൾ മാക്സിമം കണ്ടെത്തുക, അതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള സമയം. കന്നി രാശിക്കാരെ സംബന്ധിച്ച് ശ്രദ്ധ ഇത് തന്നെയാണ് ഇനി കൊടുത്ത് മുന്നോട്ട് പോവേണ്ടതെന്നർത്ഥം. ഇപ്പോ ഗുണഫലങ്ങൾ ഭാഗ്യസ്ഥാനമൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നവർ തീർച്ചയായിട്ടും ആ ഭാഗ്യസ്ഥാനങ്ങളെ പ്രയോജനപ്പെടുത്തി അനുകൂലമാക്കിയെടുത്ത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയാൽ അടുത്ത വർഷം തീർച്ചയായിട്ടും നല്ല ഫലങ്ങളുടെ അളവ് ഏറി നിൽക്കാൻ ഇടവരും. തീർച്ചയായിട്ടും നല്ല തരത്തിലുള്ള ഫലങ്ങൾ തന്നെ ഈ രാശിക്കാർ അനുഭവിക്കാനുള്ള ഇടയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് തുലാം രാശി. തുലാം രാശിക്കാരെ സംബന്ധിച്ച് ചിത്രത്തരയും ചോദ്യയും വിശാഖത്തി മുക്കാലും അടങ്ങുന്നതാണ് തുലാക്കൂർ. ഒരുപാട് തരത്തിലുള്ള ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവിക്കാൻ 2025 എന്നുള്ള വർഷം ഇവർക്ക് ഇടയാകും. കാരണം കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നവരായിരിക്കും ഈ രാശിക്കാർ. ആ രാശിക്കാരെ സംബന്ധിച്ച് 9ാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഗുണം. കൂടാതെ 6ാം ഭാവത്തിലേക്ക് ശനി മാറുന്നു, 5ാം ഭാവത്തിലേക്ക് റിവേഴ്സായിട്ട് സർപ്പം വരുന്നു. സന്താനങ്ങളെ കൊണ്ടുള്ള ചില വിഷമസ്ഥിതികൾ ഒഴിച്ച്, അല്ലെങ്കിൽ സന്തതികളെ കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഈ രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയം വരാൻ പോകുന്നു. ഇപ്പൊ ഉണ്ടെന്നല്ല, വരാൻ പോകുന്നു. ഇപ്പൊ നിലവിൽ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടോ അതിനൊക്കെ മറികടന്ന് കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയം വരാൻ പോകുന്നു എന്നർത്ഥം. വിവാഹാധികാരങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അത് നടക്കും. സന്താന ഭാഗ്യത്തിന് ശ്രമിക്കുന്നവർക്ക് അത് ഉണ്ടാവും. തുടർ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കോ ഉപരിപഠനത്തിന് വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ അതിനുള്ള സാധ്യതകൾ തെളിയും. പുതിയ തൊഴിൽ അന്വേഷകർക്ക് അത് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. തീർച്ചയായിട്ടും ഗുണഫലങ്ങൾ ഏറി നിൽക്കുന്ന വർഷമായിരിക്കും ഈ രാശിക്കാരെ സംബന്ധിച്ച് 2025 എന്നുള്ളത്. അതുകൊണ്ട് തുലാം രാശിക്കാർക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന വർഷമാണ് 2025 എന്ന വർഷം. പക്ഷേ വളരെ പ്രതീക്ഷ നൽകുന്നപ്പോഴും അവനവന്റെ മനസ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടി വരുമെന്നർത്ഥം. ആ ഭാഗത്ത് മാത്രം കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് അവസ്ഥ ഉണ്ടാകും. ബാക്കിയെല്ലാം ഗുണപരമായിട്ട് വരും. കാരണം ഇതിൽ വരുന്ന കേതു പോലും അനുകൂലമായിട്ട്, വ്യാഴം അനുകൂലമാകുന്നു, കേതു അനുകൂലമാകുന്നു, അതുപോലെ തന്നെ ശനി അനുകൂലമാകുന്നു. ഇതെല്ലാം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് വരാൻ പോകുന്നു. തീർച്ചയായിട്ടും നല്ല ഫലങ്ങളുടെ അളവ് കൂടി തന്നെ ഇരിക്കും സാധ്യത തുലാം രാശിക്കാർക്ക് എന്നർത്ഥം. അപ്പോൾ ചിത്രത്തരയും ചോദ്യയും വിശാഖത്തെ മുക്കാലും അടങ്ങുന്ന ഈ രാശിക്കാർക്ക് ആ നല്ല ഫലങ്ങളുടെ അളവ് നല്ല രീതിയിൽ തന്നെ അനുഭവിക്കാനുള്ള സാധ്യതയും സാഹചര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു. സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് വൃശ്ചികം രാശി. വൃശ്ചികം രാശിയുടെ വിശാഖത്തെക്കാലം അനിഴവും തൃക്കേട്ടയും അടങ്ങുന്നതാണ് വൃശ്ചികക്കൂർ. വൃശ്ചികക്കൂറുകാർക്ക് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾക്ക് നിവൃത്തിയുണ്ട്.
പക്ഷെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന അഷ്ടമത്തിലേക്കുള്ള വ്യാഴമാണ്. അവയെ ശ്രദ്ധിക്കേണ്ടി വരും. ജൂൺ മാസം മുതൽ ഒരു ശ്രദ്ധ അതിനകത്ത് കൊടുക്കേണ്ടി വരും. ആദ്യമായിട്ട് അതിനുള്ള എഫക്റ്റ് വരുന്നത് ദേഹ സുഖത്തിന്റെ കാര്യത്തിലായിരിക്കും. അതല്ലെങ്കിൽ അസുഖങ്ങളുടെ ചില അവസ്ഥകൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള അതായിരിക്കും തീർച്ചയായിട്ടും വൃശ്ചികം രാശിക്കാർക്ക് വരാൻ പോകുന്നത്. കൂടാതെ കേന്ദ്രഭാവത്തിൽ 4-ാം ഭാവത്തിൽ രാഹു വരും, 5ലേക്ക് ശനി പോവും. ഇവയെല്ലാം തന്നെ വൃശ്ചികം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടാവും. വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർക്കോ നടക്കാനിരിക്കുന്നവർക്കോ അതിനുള്ള ലാഗ് വരാനുള്ള സാധ്യതയുണ്ട്. അവ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഈ രാശിയുടെ 10-ാം ഭാവത്തിലേക്ക് കേതു മാറുകയും ചെയ്യുന്നു. 2025 ജൂണിന് ശേഷം വളരെ ശ്രദ്ധിക്കേണ്ട രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാരെന്ന് പറയേണ്ടി വരും. ഇപ്പോഴേ അതിനുള്ള അടിസ്ഥാനങ്ങൾ ഇട്ട് പോയി കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളുടെ വരും വർഷങ്ങളായി 2025-26 വർഷം നിലനിൽക്കും. തീർച്ചയായിട്ടും ഇപ്പോഴേ അതിനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വൃശ്ചികം രാശിക്കാർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോഴേ വരാൻ പോകുന്ന കാര്യങ്ങൾ അതാത് മാസങ്ങളിൽ കൃത്യമായിട്ട് നോക്കി ചരവശമുള്ള ഫലം അവനവന്റെ വർക്കും കൂടി സമന്വയിപ്പിച്ച് മുന്നോട്ട് പോയി ഈശ്വരാധീനം വർദ്ധിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാനായിട്ട് വൃശ്ചികം രാശിക്കാർക്ക് തീർച്ചയായിട്ടും കഴിയും. വിവാഹാദി കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. തുടർ പഠന കാര്യങ്ങൾക്ക് ശ്രമം നല്ല രീതിയിൽ നടത്തേണ്ടി വരും. നടത്തിയാൽ കിട്ടും. കുട്ടികളുടെ വിദ്യാഭ്യാസം പാതി വഴി നിന്നു പോകാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലായിട്ട് വരും. അതിനെയെല്ലാം തരണം ചെയ്യാനുള്ള പ്രചോദനം അല്ലെങ്കിൽ അതാത് സമയത്തുള്ള വേണ്ട കാര്യങ്ങൾ നമ്മൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകണം. കുടുംബജീവിതം സ്വസ്ഥമാവും, പ്രശ്നങ്ങളില്ല. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് 2025 തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഫലങ്ങൾ തന്നെ ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ധനുരാശി. മൂലവും പുരാടവും ഉത്രാടത്തിക്കാലും അടങ്ങുന്ന ധനു രാശിക്കാർക്ക് 2025 എന്ന വർഷം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് വരാൻ പോകുന്നത്. കാരണം കറക്റ്റ് 7-ാം ഭാവത്തിലേക്ക് ആ രാശിയുടെ അധിപനായിട്ടുള്ള വ്യാഴം മാറുന്നു. കേന്ദ്രഭാവത്തിലേക്കാണ് ശനി മാറുന്നതെങ്കിലും സഹായസ്ഥാനത്തേക്ക് രാഹു മാറുന്നു. ഇവയെല്ലാം തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. ധനുരാശികളെ സംബന്ധിച്ച് 9-ാം ഭാവത്തിലേക്കാണ് കേതു വരുന്നത് എന്നുള്ള ഒരു ചെറിയ ഡിഫക്റ്റ് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. പക്ഷെ വ്യാഴം ബലവാനായിട്ട് 7-ാം രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള വരില്ല. എന്നിരുന്നാൽ തന്നെയും ചില കാര്യങ്ങൾക്ക് ശ്രദ്ധ വളരെ തന്നെ കൊടുത്തു കൊണ്ടുപോകണം. കുടുംബജീവിതം വളരെ സ്വസ്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. തുടർ പഠനം ആഗ്രഹിക്കുന്നവർക്കോ വിദ്യാർത്ഥികൾക്കോ നല്ല രീതിയിലുള്ള പഠനത്തിനുള്ള സാധ്യതകൾ തെളിയും. വിവാഹ കാര്യങ്ങൾ വളരെ കാലമായിട്ട് ആലോചന നടത്തുന്നവർക്കോ പുനർവിവാഹത്തിന് ആലോചന നടത്തുന്നവർക്കോ അതിനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ധനുരാശിക്കാരെ സംബന്ധിച്ച് ഉണ്ടാകും. കലാകാരന്മാരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. വീട്, വാഹനം ഇവയ്ക്കൊക്കെ വയ്ക്കാനും വാങ്ങാനും ഒക്കെയുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഈ കാര്യങ്ങൾ കൂടാതെ വാർദ്ധക്യരായിട്ടിരിക്കുന്നവർക്ക്, അതായത് പൗത്രാദികളായിട്ടിരിക്കുന്നവർക്ക് അവരുടെ അസുഖങ്ങൾ ചികിത്സിച്ചാൽ ഗുണം വരുന്ന സമയമാണ്. അത് ഏറെ ഊറും. ഇനി ഒരു 3-4 മാസവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അവ പ്രയോജനപ്പെടുത്തണം. തീർച്ചയായിട്ടും 2025 എന്നുള്ള വർഷം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുടെ വർഷമാണ്. നല്ല ഫലങ്ങളാണ് ധനുരാശിക്കാർക്ക് എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ തന്നെ അനുഭവിക്കാനുള്ള യോഗവും സാധ്യതയൊക്കെ ഈ രാശിക്കാർക്ക് ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് മകരം രാശി. ഉത്രാടത്തെ മുക്കാലും തിരുവോണവും അവിട്ടത്തരയും അടങ്ങുന്നതാണ് മകരം രാശി. മകരം രാശിക്കാർക്ക് നേരത്തെ ചില രാശികൾ പറഞ്ഞ പോലെ ശ്രദ്ധ ആണ് ആവശ്യം. കാരണം 2-ാം ഭാവത്തിൽ ആ രാശ്യാധിപനായിട്ടുള്ള ശനി 3-ാം ഭാവത്തിലേക്ക് മാറുന്നു. ഓക്കെ, സഹായമാണ്. പക്ഷെ അതിലേക്ക് രാഹു വരുന്നു എന്നുള്ളത്
ശ്രദ്ധയുടെ കാര്യത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധ വേണമെന്നർത്ഥം. രണ്ടാം ഭാവത്തിൽ രാഹു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർ നല്ല രീതിയിൽ മുഖവിലേക്ക് എടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ കുടുംബജീവിതത്തിന് സ്വസ്ഥത ചിലപ്പോൾ അനുഭവപ്പെടാം, ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവപ്പെടാം. ആറാം ഭാവത്തിലേക്ക് വ്യാഴം മാറിപ്പോകുന്നു ജൂൺ മാസത്തിന് മുമ്പ്. അവ ഒരു പോരായ്മ തന്നെയാണ്. ഇപ്പൊ നിലവിൽ അഞ്ചാം ഭാവത്ത് നിൽക്കുന്നു. അപ്പൊ ഇപ്പൊ ഗുണഗണങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആളുകൾ തീർച്ചയായിട്ടും അവയുടെ കിട്ടാവുന്നത്ര സ്രോതസ്സുകൾ ഉപയോഗിച്ച് നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഉണ്ടാക്കിയെടുത്ത് സേവ് ചെയ്യുക. ജൂൺ മാസത്തിന് ശേഷം ഗുണഗണങ്ങളുടെ അളവ് കുറച്ച് കുറയാനുള്ള സാധ്യത വരും എന്ന് ചിന്തിച്ച് ഇപ്പൊ കിട്ടാവുന്ന എത്രത്തോളം കാര്യങ്ങൾ കിട്ടാമോ അതെല്ലാം നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റുക എന്നർത്ഥം. ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇനി അങ്ങോട്ട് വരാനുള്ള സാധ്യത 2025-26 പകുതി വരെ ഉണ്ടാവാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ സമയമാണ് അവർ പ്രയോജനപ്പെടുത്തുന്നത്. കാരണം അഞ്ചാം ഭാവത്തില് വ്യാഴമൊക്കെ കൊണ്ട് ഒരുപാട് പേര് കുറച്ച് മനസ്വസ്ഥയും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ടാവും. ഈ സ്വസ്ഥത എപ്പോഴും നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല എന്നർത്ഥം. സഹായസ്ഥാനങ്ങൾ പക്ഷേ 2025 പലരിൽ നിന്നും പ്രതീക്ഷിക്കാം, കിട്ടും. ലോണിന് അറേഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കോ മറ്റുള്ള സഹായത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നവർക്കോ അന്വേഷിച്ചവർക്കോ അതെല്ലാം കിട്ടാനുള്ള സാധ്യത ഉണ്ടാകും. അഷ്ടമത്തിലെ കേതുവും 2 സർപ്പനുമാണ്. ഇവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടാകും. തീർച്ചയായിട്ടും മകരം രാശിക്കാരെ സംബന്ധിച്ച് ശ്രദ്ധയാണ് എല്ലാ കാര്യത്തിനും വേണ്ടത്. ഇപ്പൊ തുറന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, വിവാഹാദി കാര്യങ്ങൾക്ക് ആലോചന നടത്തുന്നവർക്ക് അത് നടക്കും. വിദ്യാർത്ഥികൾക്ക് പഠനം പുനരാരംഭിക്കാനോ ഭംഗിയായിട്ട് കൊണ്ടുപോകാനോ സാധിക്കും. വീട് പണിയായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. പുതിയ വാഹനങ്ങൾ എടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ സാധ്യത ഉണ്ടാവും. കൊച്ചുമക്കളുടെ കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ സാധ്യത ഉണ്ടാവും. ചികിത്സാ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോഴാണ് അതിനുള്ള അവസരം. നല്ല ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ രോഗങ്ങളെല്ലാം ഭേദമാവും. കലാകാരന്മാരെ സംബന്ധിച്ച് അനുകൂലമാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. ഇവയെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇനി അങ്ങോട്ട് വരാൻ പോവുകയാണ്. ആ വരാൻ പോകുന്നതിന് മുന്നിട്ട് കണ്ട് ഇപ്പോഴേ അതിനുള്ള ഊർജം നമ്മൾ തന്നെ ഉണ്ടാക്കുക. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു അവസ്ഥ തന്നെയാവട്ടെ മകരം രാശിക്കാർക്ക് എന്ന് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് കുംഭൻ രാശി. അവിട്ടത്തലയും ചതയവും പുരട്ടാതി മുക്കാലും അടങ്ങുന്നതാണ് കുംഭക്കൂർ. കുംഭക്കൂറുകാർക്ക് തീർച്ചയായിട്ടും ഇതുവരെ അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങൾക്കൊന്നും വളരെ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് അടുത്ത വർഷം, പ്രത്യേകിച്ച് ജൂണിന് ശേഷം. കാരണം ആ രാശിയുടെ അധിപനായിട്ടുള്ള ശനി 2ാം ഭാവത്തിലേക്ക് വരുന്നു, 5ലേക്ക് വ്യാഴം വരുന്നു. ഇവയൊക്കെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ശ്രദ്ധ വലുതായിട്ട് കൊടുക്കേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഈശ്വരഭക്തിയോട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വിവാഹാദി കാര്യങ്ങൾക്കുള്ള താല്പര്യമെടുക്കുന്നവർക്കാനുള്ള സാധ്യതകൾ തെളിയാം. വിദ്യാർത്ഥികളുടെ പഠനം നല്ല രീതിയിൽ പുരോഗമിക്കും. തൊഴിലിന് ബുദ്ധിമുട്ടുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയും. കുടുംബജീവിതം വളരെ സ്വസ്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും അതിനുള്ള നല്ല മാറ്റങ്ങൾ കുംഭക്കൂറുകാർക്ക് വരാൻ ഇരിക്കുന്നു. അപ്പോൾ പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രം. ബിസിനസ്സുകാരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. കലാകാരന്മാരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ഗൃഹസ്ഥന്മാരെ സംബന്ധിച്ച് നല്ല ഫലങ്ങളുടെ അളവ്, എസ്പെഷ്യലി അവരുടെ മക്കളെ കൊണ്ട് ഉള്ള ഗുണങ്ങൾ, നല്ല ഗുണങ്ങൾ തീർച്ചയായിട്ടും ഏറി നിൽക്കും. ഒരുപാട് കാര്യങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങളായിരുന്നാലും വിദ്യാഭ്യാസപരമായിട്ടുള്ള സാഹചര്യങ്ങളായിരുന്നാലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും ഒരുപാട് കാര്യങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ആണ് കുംഭക്കൂറുകാർക്ക് വരാനിരിക്കുന്നത്.
ഇതുവരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആൾക്കാർക്ക്, കാരണം ബുദ്ധിമുട്ടായിരിക്കാൻ സാധ്യതയാണെന്നറിയാം. ശനി ആ രാശിയിൽ തന്നെ നിൽക്കുന്നതും, രണ്ടാം ഭാവത്തില് രാഹു നിൽക്കുന്നതും, അഷ്ടമത്തിൽ കേതു നിൽക്കുന്നതും ഒക്കെ ബുദ്ധിമുട്ടാണെന്നറിയാം. കൂടാതെ കേന്ദ്രഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. കുംഭരാശിക്കാരെ കുറിച്ച് നല്ല ഫലങ്ങളുടെ അളവ് ഈ 2023 പകുതിക്ക് ശേഷം 2024 നല്ല ഫലങ്ങളുടെ അളവ് വളരെ കുറവായിരിക്കാനും സാധ്യത. അവയ്ക്കൊക്കെ ഒന്ന് പരിഹാരമായിട്ട് 2025 പകുതിക്ക് ശേഷം തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന, ഗുണകരം എന്ന് പറയുന്ന മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. ചില കാര്യങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ആ രാശിയിലേക്ക് രാഹു വരുന്നതൊക്കെ ഒന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം. ബാക്കി കലാകാരന്മാർക്കും, ബാക്കി ബിസിനസ്സുകാർക്കും, വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും ഒക്കെ നല്ല ഫലങ്ങളുടെ അളവ് ഏറി നിൽക്കാൻ തന്നെയാണ് തീർച്ചയായിട്ടും ശ്രദ്ധ. തീർച്ചയായിട്ടും നല്ല ഫലങ്ങളുടെ ഏറി നിന്ന് നല്ലൊരു ജീവിത സാഹചര്യം തന്നെ കുംഭക്കാർക്ക് 2025 ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് മീനൻ രാശി പൂരിട്ടാതിക്കാലും ഉത്രട്ടാതിയും രേവതി നക്ഷത്രവും അടങ്ങുന്ന രാശികളിൽ അവസാനത്തെ രാശിയായ മീനം രാശി. മീനൻ രാശിക്കാർക്ക് ഇപ്പോഴുള്ള നിലവിലുള്ള സാഹചര്യങ്ങളെല്ലാം മാറി കുറെ കൂടെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ മീനൻ രാശികളുടെ 3ാം ഭാവത്തിലാണ് വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അതിൽ നിന്ന് മാറി ഒന്നും കൂടെ ഒന്ന് അപ്പുറത്തേക്ക് 4ാം ഭാവത്തിലേക്ക് ഒന്ന് മാറുന്നു. വീട് പണി പുനരാരംഭിക്കാൻ താല്പര്യമുള്ളവർക്കും പുതിയ വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അതിൽ നിന്ന് ഉണ്ടാവുന്ന അർത്ഥം. തൊഴിൽ മേഖല പുഷ്ടിപ്പെടും. തൊഴിൽ മേഖലയിലേക്ക് പുതിയ തൊഴിൽ തേടുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. നിലവിലുള്ള തൊഴിലുകൾ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും സാധ്യതകളൊക്കെ ഉണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യത്തിലുള്ള ശ്രദ്ധ തീർച്ചയായിട്ടും കേന്ദ്രീകരിക്കാൻ കഴിയുന്ന സമയമായിട്ട് മാറും. വിവാഹ ആദി കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത ഉണ്ടാകും. കലാകാരന്മാരെ സംബന്ധിച്ചും ബിസിനസ്സുകാരെ സംബന്ധിച്ചും ഒക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പുതിയ തരത്തിലുള്ള ബിസിനസ്സിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ സാധ്യതയുള്ളവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയങ്ങൾ സംജാതമാകും. പുതിയ പുതിയ പ്രോജക്റ്റുകൾ എല്ലാ മേഖലയിലേക്കും ഉണ്ടാവാനുള്ള, ഈ രാശിക്കാരുടെ എല്ലാ മേഖലയിലേക്കും ഉണ്ടാവാനുള്ള സാധ്യത ഏറി നിൽക്കും. ഇതൊക്കെ കൂടാതെ പേരക്കുട്ടികളായിട്ട് കഴിയുന്നവർക്ക് അവരുടെ പേരക്കുട്ടികളുടെ നല്ല ഗുണങ്ങളുടെ ഫലങ്ങൾ, അവർക്കുണ്ടാകുന്ന നല്ല ഗുണങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയും, അവരുടേതായിട്ടുള്ള ശാരീരിക അസ്വസ്ഥതയോ അതിനുവേണ്ടി ചികിത്സയൊക്കെ നടത്തുന്നവർക്ക് അതിനുള്ള ഫലവും ഉണ്ടാകും. കാരണം ഈ 6ാം ഭാവത്തിലേക്കാണ് കേതു മാറുന്നത്. ചികിത്സാദി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഗുണം വരും. തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് മീനം രാശിക്കാർക്ക് ഇതുവരെ, അതായത് മുമ്പ് ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്നതിനേക്കാളും കുറെ കൂടെ നല്ലതായിട്ടുള്ള ഫലങ്ങൾ 2025 വരാനിരിക്കുന്നു എന്നർത്ഥം. അവയൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് മീനം രാശിക്കാർക്ക് കഴിയുമാറാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.